ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ആദ്യമേ തന്നെ എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. ഇന്ന് ആരാധനാക്രമ വത്സരത്തിൽ കൈത്താകാലം നമ്മൾ ആരംഭിക്കുകയാണ്. ഒപ്പം തിരുസഭയിൽ 12 സ്ലിഹന്മാരുടെ തിരുനാൾ കൂടി നമ്മൾ ആചരിക്കുന്നുണ്ട്. നാം ഇന്ന് വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈശോ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവർക്ക് ദൗത്യമേൽപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുന്ന മനോഹരമായ തിരുവചന ഭാഗം നാം ഒരുപാട് കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 12 എന്ന് പറയുന്ന ഒരു സംഖ്യയാണ്. ഈശോ 12 പേരെ തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്നു. ഇന്ന് പഴയ നിയമ വായനയിൽ നമ്മൾ കാണുന്നുണ്ട്, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേലിൽ 12 ഗോത്രങ്ങൾ. ആ 12 ഗോത്രങ്ങളിൽ നിന്നും ഓരോരുത്തരെ അവർ തിരഞ്ഞെടുക്കുന്നു, 12 പേരെ തിരഞ്ഞെടുക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ അവിടെയും 12 കവാടങ്ങൾ. ആ 12 കവാടങ്ങളിൽ ഓരോ കവാടത്തിലും ഓരോ ദൂതന്മാർ വീതം, അങ്ങനെ 12 പേർ. ഇവിടെയും 12 പേരെ ഈശോ തിരഞ്ഞെടുത്ത് നിയോഗിക്കുമ്പോൾ അവിടെയും യൂദാസ് കറിയാത്ത പുറത്തു പോകുമ്പോൾ ഈശോ മത്തിയാസിനെ എടുത്തു വെച്ചുകൊണ്ട് ആ 12 പൂർണ്ണമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 12 എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയുടെയും ഒപ്പം അധികാരത്തിൻ്റെയും ഒരു പ്രതീകമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സഞ്ചിയോ 2 ഉടുപ്പോ കാലിൽ ചെരുപ്പോ കയ്യിൽ വടിയോ ഉണ്ടാകരുത്. എന്ന് വെച്ചാൽ മിനിമം സാധനം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അങ്ങനെയെങ്കിൽ ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന നമ്മുടെയൊക്കെ അവസ്ഥ എപ്രകാരമാണ്? ഞാൻ ഓർക്കുകയാണ്, ത്രിപുരയിൽ മിഷൻ പ്രവർത്തനത്തിനായിട്ട് പോകുന്ന സമയത്ത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ 15 കിലോ മാത്രമാണ് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. കൊണ്ടുപോകുന്ന പെട്ടിക്ക് ഏകദേശം 5 കിലോ ഉണ്ട്. ബാക്കി 10 കിലോ മാത്രമാണ് നമ്മുടെ വസ്ത്രങ്ങൾ മറ്റ് സാധനം എടുക്കാനായിട്ട് സാധിക്കുക. കുറച്ച് വസ്ത്രങ്ങളും ബൈബിളും കുറച്ച് പ്രാർത്ഥനാ പുസ്തകം എടുത്തപ്പോഴേക്കും എല്ലാം പൂർത്തിയായി. അവിടെ ചെന്നതിന് ശേഷം വീട്ടിൽ നിന്നും ബാക്കി ഉള്ള എൻ്റെ വസ്ത്രങ്ങൾ ഞാൻ പാഴ്സലായിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ, ഈ 2 വർഷത്തിനുള്ളിൽ ഒരിക്കൽ പോലും എനിക്ക് ആ വസ്ത്രങ്ങൾ ഇടേണ്ടി വന്നിട്ടില്ല. മറിച്ച് ഞാൻ അന്ന് കൊണ്ടുവന്ന ആ വസ്ത്രങ്ങൾ മാത്രമാണ് ഞാൻ ഇന്നും ധരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരിപൂർണമായിട്ട് ഈശോയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പരിപൂർണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഈശോ ഇവിടെ പറഞ്ഞു വയ്ക്കുക. പരിപൂർണമായിട്ട് ഈശോയിൽ ആശ്രയിക്കുക. ഈശോ നമ്മെ ഭരമേൽപ്പിക്കുമ്പോൾ അത് ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക. പലപ്പോഴും നമുക്ക് പരിപൂർണമായിട്ട് ആശ്രയിക്കാനായിട്ട് അടിയുറച്ച് വിശ്വസിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. മനോഹരമായൊരു സംഭവം ഒരു വായിച്ചത് പ്രകാരമാണ്. ഒരുപാട് ചൂട് ഉള്ള ഒരു സമയത്ത് കുട്ടികൾക്ക് ഒരുപാട് ചൂട് വന്നപ്പോൾ അധ്യാപകൻ പറഞ്ഞു, നമുക്ക് നാളെ അസംബ്ലിയുടെ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കുട്ടികൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന പെട്ടെന്ന് കേൾക്കും. കുട്ടികൾക്ക് ആവേശമായി പിറ്റേ ദിവസം എല്ലാവരും പ്രാർത്ഥിക്കുവാനായിട്ട് അസംബ്ലിയുടെ സമയത്ത് ഒരുമിച്ച് കൂടി. നിങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കണം മഴ കിട്ടുവാനായിട്ട്. അങ്ങനെ പിറ്റേ ദിവസം ഏകദേശം 1000-ഓളം കുട്ടികൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു കുട്ടി മാത്രമാണ് മഴ പെയ്യും എന്ന് വിചാരിച്ച് വിശ്വസിച്ചുകൊണ്ട് കുടയുമായിട്ട് വന്നത്. ബാക്കി എല്ലാവരും കുടയും ഇല്ലാതെയാണ് വന്നത്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നടക്കുമെന്നുള്ള വിശ്വാസം അല്ലെങ്കിൽ പരിപൂർണമായിട്ട് ഈശോയിൽ വിശ്വസിക്കാനായിട്ട് ആശ്രയിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നു. അതുകൊണ്ട് ഈശോ എന്ന് പറയുകയാണ്, സുവിശേഷ പ്രഘോഷണത്തിന് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നും ആവശ്യമില്ല. ആ ഒരു ചിന്തയായിരിക്കട്ടെ എന്ന് നമ്മുടെ ധ്യാന വിഷയം. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.